എല്ലാ കൂട്ടുകാർക്കും നന്മയുടെ സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സംഗീതം പഠിപ്പിക്കാൻ വന്നിരുന്ന മാഷ് അവസാനം ഉദയഭാനുയോട് ശ്രീകലയുമായിട്ട് പറഞ്ഞു, അതെ, സംഗീതം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്നെങ്കിൽ അത് ജന്മനാ കിട്ടുന്ന കഴിവാണ്, അത് നമ്മൾ പരിപോഷിച്ചെടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ നമ്മളത് കഠിന പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നാണ്. പക്ഷെ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ മോൾക്കില്ലെന്ന് പറയാ. ഇത് കേട്ട് ഉദയഭാനു പറഞ്ഞു, അല്ല അങ്ങനെ പറയരുത് മാഷേ, എന്റെ മോള് നന്നായിട്ട് പാടുമെന്ന് പറയാം. ആ പാട്ട് കേട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല സാർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാം. എന്ത് തീരുമാനിച്ചെന്ന്? അതെ, ഈ കുട്ടീനെ പാട്ട് പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അയ്യോ മാഷേ, അങ്ങനെ പറയരുത്, എന്റെ മോള് മിടിക്കുകയാണ്, അവള് നന്നായിട്ട് പാട്ട് പാടുമെന്ന് പറയാം. അതെ, ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒരാഴ്ച കൊണ്ട് ഇവളെ പാട്ടുകാരിയാക്കണമെങ്കിലേ ബേസിക്ക് പോലും അറിയത്തില്ലാത്ത ഇവളെ ഞാനിങ്ങനെ പാട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ അല്ല നോക്കിയോ, എന്നെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് പാട്ടുപെട്ടി മടക്കിക്കൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. ശ്രീദേവി പറഞ്ഞു, അയ്യോ മാഷ് പോയല്ലേ എന്ന് പറയണം. പക്ഷെ അയാൾ നിൽക്കാൻ കൂട്ടാക്കില്ല. ഈ സമയം ശ്രീകല പറഞ്ഞു, പിന്നെ ഒരു മാഷ് വന്നിരിക്കുന്നു, ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ പകരം 10 മാഷന്മാര് വരും, പിന്നെ ഇയാൾ വേണം പാട്ട് പഠിപ്പിക്കാനായിട്ട്. എന്റെ ഉദയേട്ടാ, ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെയാ നിങ്ങൾക്ക് കിട്ടിയോളൂന്ന് ചോദിക്കും. എന്നെ ശ്രീകലെ, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇയാൾ എങ്ങനെ ഇട്ടിട്ട് ഓടുമെന്ന്? ഞാൻ ചിന്തിച്ച കാര്യമാണോ? എന്ത് ചെയ്യാനെന്ന് പറ, നമ്മുടെ കഷ്ടകാലം അല്ലാതെ എന്താന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു അകത്തേക്ക് കയറി പോവാണ്. ആ സമയം രാവിലെ ഗോമതി സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ആനന്ദ് പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ, എനിക്കിവിടെ ഒരു പേപ്പർ തടാന്ന് പറയണ. എൻ്റെ അമ്മേ, ഞാൻ വായിച്ചു തരാം, അങ്ങനെ പറയരുത്. ഒരു പേപ്പർ നിനക്ക് തന്നോർത്ത് തന്നെ കുഴപ്പം, ഒരു ഷീറ്റ് എനിക്ക് തന്നോർത്ത് അതിനകത്തൊന്നും സംഭവിക്കില്ല. ഞാനത് വായിക്കട്ടെ, നീ മൊത്തത്തോടെ ഇരുന്ന് വായിക്കില്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാല് എന്ന് ദേഷ്യപ്പെട്ട് ആനന്ദ് എന്ത് ചെയ്യണം, ഒരു ഷീറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആരാ ഈ കാറിനകത്ത് വന്നേ? അറിയത്തില്ലോടാ മോനെ, നീ ചെന്ന് നോക്കാൻ പറയണം. അങ്ങനെ ആനന്ദ് എന്ത് ചെയ്യണം, ഇറങ്ങി വരണം. ആരാ എന്താന്ന് ചോദിക്കുക. അതെ, ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ വീടല്ലേ? അതെ. ബാലനുണ്ടോന്ന് ചോദിക്കുക. ഇല്ല, അച്ഛൻ രാവിലെ നടക്കാൻ പോയതാന്ന് പറയും. ഞങ്ങള് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് വരുവാന്ന് പറയാം. ബാലിനൊരു കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. ആണോ എന്ന് പറയണം. എന്തെന്നില്ല സന്തോഷം. പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വരുവാണ്. പിന്നീട് പറഞ്ഞു, ബാലൻ പറഞ്ഞില്ലേ? ഇല്ല, അച്ഛനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എടാ ആനന്ദേ, നിനക്ക് സർപ്രൈസുമായിട്ട് വന്നിരിക്കുന്നാന്ന് തോന്നേ. മിക്കവാറും കണ്ടോ, അച്ഛൻ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാ ഇവര് വന്നേന്ന് പറയണം. വണ്ടി ഇഷ്ടപ്പെട്ടോന്ന് ആനന്ദിനോട് ചോദിക്കാം. ആ വണ്ടി ഇഷ്ടപ്പെട്ടു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്, കാർ നല്ലതാണെന്ന് അറിയാലോ എന്ന് പറയണം. പിന്നീട് കീ ആനന്ദിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ആനന്ദിന് എന്തെന്നില്ല സന്തോഷം തോന്നി. തനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ കാർ ഓർഡർ ചെയ്തിരിക്കുന്നു. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ആനന്ദേട്ട, ഇനിയിപ്പോ ഹണിമൂൺ ട്രിപ്പൊക്കെ ആനന്ദേട്ടന് ഈ കാറിൽ പോകാലെന്ന് പറയണം. ആനന്ദേട്ടന് ശ്രീദേവിക്കും ഒക്കെ പോ മീനാക്ഷി എന്ന് പറയണം എന്ന് പറഞ്ഞ് ആനന്ദി എന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് കാർ ഒന്ന് ഓടിച്ചു നോക്കുവാണ്. ആ സമയം നടക്കാൻ പോയ ബാലനും ധർമ്മനും ആകാശും കൂടെ വരുവാണ്. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോ രണ്ടുപേരും മടുത്തു. ധർമ്മനും ആകാശം മടുത്തു. ധർമ്മം പറഞ്ഞു, അളിയൻ ഇത് എന്തിന്റെ കേടാത്? അവിടെ പോയി പലചരക്കടെ പോയി ചെയ്യുന്ന ജോലി പോരാഞ്ഞിട്ട് രാവിലെ ഈ നടപ്പീരും കൂടെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ആ നടക്കുന്ന സമയത്ത് ബാലൻ ചോദിച്ചു, എന്താടാ, എന്താ ധർമ്മ കുഴപ്പം? എന്റെ അളിയാ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ രാവിലെ വിളിച്ച് ഈ നടത്തിപ്പിക്കുന്നതെന്ന് ചോദിക്കുക. നീയൊക്കെ അവിടെ വെറുതെ ഇരിക്കുവല്ലേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ പിത്തം പിടിക്കുമെന്ന് പറയണം. എന്റെ അളിയ, അതിന് ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കുമല്ലോ, ഞങ്ങൾ ആ ചാക്കൊക്കെ ചുമക്കുന്ന ഞങ്ങളല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് പെട്ടെന്ന് നടക്കടാന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് മുമ്പോട്ട് പോവാണ്. ആ സമയത്ത് ധർമ്മൻ ആകാശിനോട് പറഞ്ഞു, എന്റെ ആകാശം, ഇതെന്താ ഈ അളിയനെ പറയാൻ കാണിക്കുകയും ചെയ്യുന്നത്? നമ്മൾ അവിടെ വെറുതെ സൂചിച്ച് തിന്നിരിക്കുവാന്നാണോ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനുഷ്യയാണ് രാവിലെ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് നടക്കാനാന്നും പറഞ്ഞോണ്ട് അളിയനെ നടക്കാനായിട്ട് കൂട്ടില്ല, അതുകൊണ്ട് നമ്മളെയും കൂടെ വിളിച്ചോണ്ട് പോന്നിരിക്കുവാന്ന് പറയണം. ആകാശം പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, അച്ഛന്റെ സ്വഭാവം അറിയാലോ, ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാ മോശക്കാരനാന്ന് പറയാം. അതെനിക്ക് നിന്നേക്കാളും കൂടുതൽ അറിയാന്ന് പറയാം. എന്ത് ചെയ്യാനാന്ന് പറ. പിന്നീട് ആകാശം പറഞ്ഞു, അതെ, ഇത്രയും ഒന്നും മാമനെ വിഷമിക്കേണ്ട കാര്യമില്ല. അതെന്താ? അല്ല, മാമന്റെ പെങ്ങളുടെ സ്വഭാവം അറിയാലോ, മാമന്റെ പെങ്ങള് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ, അപ്പൊ അനുഭവിക്കുക തന്നെ. മാമൻ ഈ കൂടെ ഇറങ്ങി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കൃഷ്ണമംഗലത്ത് എങ്ങനെ ഇരുന്നാ പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ മേലായിരുന്നു ചോദിക്കും. അത് കേട്ടതും ധർമ്മം പറഞ്ഞു, എടാ, കല്യാണം വേണമെന്ന് പറയണ. കല്യാണോ? അതെ, ഒരു കാര്യം ചെയ്യ, അച്ഛനോട് ഇപ്പൊ തന്നെ എന്ന് പറ കല്യാണം വേണമെന്ന്. പിന്നീട് ബാലിന്റെ അടുത്തേക്ക് രണ്ടുപേരും നടന്നെത്തുവാണ്. ബാലൻ ചോദിച്ചു, എന്താടാ നിനക്കൊക്കെ ഇത്ര സ്പീഡ് നടന്ന എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അല്ല അച്ഛ, കാലും മടുത്തിട്ടാ. നിനക്കൊക്കെ ഇത്ര മടുപ്പ് കൂടുന്നുണ്ടെന്ന് പറയണേ. ഇവിടെ ധർമ്മം ചോദിച്ചു, അല്ലളി എപ്പോഴാ കല്യാണം ചോദിക്കും. ആരുടെ? അല്ല, ഇപ്പൊ എന്താ അവന്റെ കല്യാണം കഴിഞ്ഞാലേ, ആനന്ദന്റെ കല്യാണം കഴിഞ്ഞാലേ എന്റെ കല്യാണം നടത്താൻ പറ്റുള്ളൂ. നിന്റെ കല്യാണോ? എടാ,
ഒരു കല്യാണത്തിന്റെ കേട് എനിക്ക് തീർക്കണം കുറെ സമയം പിടിക്കും. കാരണം അതിന്റെ കടങ്ങളൊക്കെ വീഴണമെങ്കിൽ ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വരണം. അപ്പോഴുടനെ ഇനിയിപ്പോ നിന്റെ കല്യാണം വെക്കാനായിട്ട് നല്ല കഥയായി പോയെന്ന് പറയണം. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, എന്റെ അളിയ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് പിന്നെ കല്യാണം കഴിക്കേണ്ടതെന്ന് നിൽക്കും. നീ കല്യാണം കഴിച്ചോ, കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞു നിൽക്കും. ആകാശ് പറഞ്ഞു, അതെ മാമിന്റെ ഒരു കാര്യം ചെയ്യുക, നല്ലൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കാൻ പറയണം. ബാലൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം. മുമ്പായിരുന്നെങ്കിൽ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെല്ലുന്നു, ഒരു പെണ്ണെ കാണുന്നു, പിന്നെ അവിടെ പോയി അവരുടെ രീതിയിൽ അവര് ചടങ്ങുകളൊക്കെ നടത്തി ഇതെല്ലാം സെറ്റ് ആയിക്കോളും, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. കാരണം പെണ്ണു വീട്ടുകാരെ കൂടെ കൂടുതൽ ചെലവാ ആൺവീട്ടുകാർക്ക് വരുന്നത്. അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നേ. അതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വരൂപിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അടുത്ത കല്യാണക്കാര്യം കൂടെ പറയണേ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എടുത്ത് നടത്തിക്കോളാൻ പറയണേ. അല്ലാതെ എൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? എടാ കയ്യിൽ പണമായിട്ടൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്വർണം കൊടുത്താലും മതി എന്ന് പറയാ. സ്വർണ്ണോ? എന്നാ ഞാൻ സ്വർണം കൊടുക്കാന്ന് പറയും. എന്ത്? എന്റെ കാതിലിട്ടിരിക്കുന്നത് കണ്ടേ കമ്മല്. എടാ അത് മുക്കുപണ്ടമല്ലേ, അത് കൊടുത്താൽ എന്തേലും കിട്ടുമോന്ന് ചോദിക്കണം. അവന് കാതിലിട്ടിരിക്കുന്ന ഒരു പൂവും കാണിച്ചിട്ട് അവന് കെട്ടാമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാലൻ ചീത്ത പറയാണ്. പിന്നീട് ബാലൻ അങ്ങ് നടക്കുമ്പോഴത്തേനും ഒരു അയൽക്കാരൻ വന്നിട്ട് ചോദിച്ചു, ബാലേട്ടാ കല്യാണമൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേന്ന് ചോദിക്കുക. അതെ, വളരെ ഗംഭീരമായിട്ട് നടത്തുവാണെന്ന് കേട്ടല്ലോ. അതെ, ആദ്യത്തെ കല്യാണം അല്ലേ, അതുകൊണ്ട് നല്ല ആർഭാടമായിട്ട് തന്നെയാണ് നടത്താൻ പോണെന്ന് പറയാം. ബാലേട്ടൻ അതിന്റെ കാറൊക്കെ വാങ്ങിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. കാറോ? അതെ, കാർ വാങ്ങിച്ചല്ലോ. പിന്നെ കള്ളത്തരം പറയല്ലേ ബാലേട്ടാ, കല്യാണം ഒന്നും പറഞ്ഞൊരു പുതിയ കാറൊക്കെ എടുത്തില്ലേ, വീട്ടുമുറ്റത്തെ കാറ് കിടക്കുന്ന കണ്ടല്ലേ ഇപ്പൊ ഞാൻ വന്നേന്ന് ചോദിക്കുകയാണ്. ഒന്നും മനസ്സിലായില്ല ബാലന്. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു, അളിയൻ ആള് കൊള്ളാലോ, അപ്പൊ അളിയൻ ഇതിനിടയ്ക്ക് പുതിയ കാറും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇത് വെറുതെ കള്ളത്തരം പറയല്ലേ, സത്യവും ഞാനെന്തിനാ കള്ളത്തരം പറയണേ, നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് റിട്ടയർ IAS ഓഫീസർ രാജൻ മാത്യു സാറ് ആര്യന്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആന്യം മിത്ര ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ സാറ് വന്നിരുന്നു, കുറെ സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര എന്ത് ചെയ്യണം, ചായ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടേ കൊടുക്കണം. അപ്പൊ ലഡു ഒക്കെ കൊണ്ടേ കൊടുത്തു. ഇത്തിരി ലഡു എടുത്ത് കഴിച്ചിട്ടുണ്ട്. സൂപ്പർ, നല്ല ടേസ്റ്റ് ആണെന്ന് പറയണം. ഞാൻ എന്താന്ന് വെച്ചാൽ ഒരു ഡയബറ്റിക് പേഷ്യന്റാ, പക്ഷെ എന്നാലും എനിക്ക് ഈ മധുരം ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. ഇത് കേട്ടപ്പം മിത്രയ്ക്ക് അപ്പോൾ ടെൻഷൻ. അയ്യോ സാർ, എന്നാ പിന്നെ അത് കഴിക്കണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ഞാൻ തരാമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, വല്ലപ്പോഴും ഇത്തിരി മധുരം കഴിക്കുമെന്നൊക്കെ നല്ലതാടോ, കാരണം സന്തോഷകരമായ നിമിഷങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ മധുരം കഴിക്കുന്നേ. എനിക്കിപ്പം താനുണ്ടല്ലോ എന്റെ ഡോക്ടറെ പോലെ തന്നെയാ, അതുപോലെ തന്നെ ആരിനും അതുപോലെ തന്നെയാ എനിക്ക് എന്റെ മകനെ പോലെയാന്ന് പറയാണ്. നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് എലുമ്പിച്ചിട്ട് മധുരം കഴിക്കില്ലേ ഒരു സന്തോഷത്തിന്, അതിന് വേണ്ട ഇപ്പൊ ഞാനും കഴിച്ചതെന്ന് പറയാം. ഈ സമയം മിത്ര ആന്യെ നോക്കുകയാണ്. പിന്നീട് പുള്ളിക്കാരൻ പറഞ്ഞു, അതെ ആന്യെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ആന്യെ വല്ലാതെ കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആന്യെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ആന്യെ ഇഷ്ടപ്പെട്ടു. മിത്രനെ കുറിച്ച് കുറെ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം മിത്രനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഒരു നിമിഷം ഞെട്ടലോട് കൂടി മിത്ര ആന്യെ നോക്കുകയാണ്. എന്നെ കുറിച്ച് ഇവൻ എന്തായിരിക്കും പോലും പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. നല്ലതൊന്നും പറയാൻ വഴിയില്ല, വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കടിച്ചു കയറാൻ വരുന്ന സ്വഭാവമല്ലേ. ഈ സമയം രാജമാത്യു സാർ പറഞ്ഞു, എനിക്കറിയാം ഇപ്പൊ മോള് ചിന്തിക്കുന്ന എന്താന്ന്. എന്താ? അല്ല മോളെ ഇത്ര കാര്യത്തോട് കൂട്ടി നോക്കുന്ന ആന്യെ കുറിച്ചല്ലേ ചിന്തിച്ചേ. മാത്രമല്ല മോൾക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം കഷ്ടപ്പെടുന്ന കണ്ടിട്ട് മോൾക്ക് സഹിക്കുന്നില്ലേ ആര്യന്, അതൊക്കെയല്ലേ മോള് ചിന്തിച്ചെന്ന് ചോദിക്കുക. അല്ല സാർ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? അതാണ് IASന്റെ ഗുണം എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്, അറിയാലോ പഠനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ചു ചോദിച്ചാൽ മതി, അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറയാം. എന്തെന്നില്ല സന്തോഷം മിത്രയ്ക്ക് തോന്നി. പിന്നീട് മിത്ര ആന്യങ്ങനെ നോക്കുകയാണ്. പിന്നെ രാജമാത്യു സാർ പറഞ്ഞു, അതെ രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം എത്രമാത്രമാണ്. അതിന് ഉത്തമ ഉദാഹരണമല്ലേ ഇപ്പൊ ആരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാര്യയോട് ഇത്ര സ്നേഹമുള്ളൊരു ഭർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എത്ര ത്യാഗം സഹിച്ചും ഭാര്യനെ ഒരു നിലയ്ക്ക് എത്തിക്കണമെന്ന് ഉള്ള ആത്മാർത്ഥമായ ചിന്തയോട് കൂടിയിട്ട് ആരും കടന്ന് മിത്രയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പറയണം. മിത്ര പറഞ്ഞു, അത് ശരിയാ, ആര്യൻ എനിക്ക് വേണ്ടി ഒത്തിരി കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമാണ് സാർ, ആര്യൻ എന്നെക്കാളും കഴിവുള്ള ആളാ. കാരണം ആര്യന് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സാഹചര്യം പക്ഷെ അതിനെ അനുവദിക്കുന്നില്ല. എന്നെക്കാളും ബ്രില്യൻ്റ് ആള്, എന്നെക്കാളും കൂടുതൽ കാര്യങ്ങളും അറിയാം. ആര്യന് പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഇപ്പൊ അതാന്ന് പറയാണ്. ഇത് കേട്ടതും രാജമാത്യു സാർ പറഞ്ഞു, എല്ലാം നേരെയാവുന്നൊരു സമയം വരും, നമ്മൾ ഒന്നിനും തളരില്ല, നമ്മൾ പിൻവാങ്ങില്ല, നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയാണ്. ഈ സമയം ആര്യം പറഞ്ഞു, എന്റെ മനസ്സിൽ ഇപ്പൊ അതൊന്നും ഇല്ല സാർ, മിത്രനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അവളെ എത്രയും പെട്ടെന്ന് IAS ആക്കണമെന്ന് ഉള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയണേ.
അതിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവിടുന്ന് രാജൻ മാത്യു സാറ് പോകുന്നത്. ഈ സമയത്ത് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഗോമതിയും മീനാക്ഷി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ബാലൻ വന്നിരിച്ചു. അല്ല ഗോമതി, ഇവിടെ എന്തോ കാറ് മുറ്റത്ത് കിടക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു, ആ സൂരജ് വെറുതെ പറഞ്ഞാന്ന് തോന്നുന്നത്, നമ്മളെ പറ്റിച്ചാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, അല്ല ബാലേട്ടാന്ന് പറയണ. അല്ലേ, അപ്പൊ ബാലേട്ടൻ കാർ ഓർഡർ ചെയ്തില്ലേന്ന് ചോദിക്കുക. കാറോ? അതേന്നേ, കാറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പാണ് ആ കാഴ്ച കാണുന്നത്. ആനന്ദ് കാറും ഡ്രൈവ് ചെയ്തോണ്ട് അങ്ങോട്ട് വരുന്നേ. ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് ആനന്ദ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ അച്ഛാ ഓടിക്കാനെന്നൊക്കെ പറയണ്. കാറോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്തൊക്കെയാണെന്നാ പറയണേ? നീ കാറ് വല്ലതും എടുത്തോന്ന് ചോദിക്കുക. ഞാനോ? അച്ഛനല്ലേ ഓർഡർ ചെയ്തേന്ന് ചോദിക്കും. എടാ, ഞാൻ ഓർഡറും ചെയ്തില്ല എന്ന് പറയാ പുതിയ വണ്ടിക്ക്. അപ്പോഴേക്കും ആ കാർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ആളെയും കൂടെ വിളിക്കണം, ഇങ്ങോട്ട് വാടോന്ന് പറയണം. എന്താ സാറേ കാര്യം? തന്നോട് ആരാ പറഞ്ഞു ഇവിടെ കാർ ഓർഡർ ചെയ്യുന്നത്? ഞങ്ങളല്ലോ ഓർഡർ ചെയ്തോന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ കാര്യം പറയടോ. ഇല്ല, ചെയ്തില്ല. പിന്നെ താൻ ആരോട് ചോദിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഇവിടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ആവശ്യമുണ്ടെന്ന് മനസ്സിലായ ഉടനെ താൻ ഇങ്ങോട്ട് കൊണ്ടുവരും, താൻ ഇതിന്റെ പൈസ കൊടുക്കുമെന്ന് ചോദിക്കുക. അയ്യോ സാർ, അങ്ങനെ പറയില്ലെന്ന് പറയാണ്. ഈ സമയം ധർമ്മം പറഞ്ഞു, അതെ, ആരാണെങ്കിലും കൊണ്ടുവന്ന ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ആര് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അത് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതെ സാറ് മുമ്പ് അങ്ങോട്ടൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷോറൂമിലേക്ക് വിളിച്ച് കാറിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി സാർ ഒരു കാറിന് ആവശ്യക്കാരനെന്ന്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നാന്ന് പറയണം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, ഇതേ എത്രയും പെട്ടെന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് സ്ഥലം വിട്ടോണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അല്ല സാറേ, അത് പിന്നെ റെഡി പേയ്മെന്റ് വേണമെന്നില്ല എന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അല്ല, നിങ്ങൾ എനിക്ക് വെറുതെ തരുമെന്ന് ബാലൻ ചോദിക്കുക. ഇത് കേട്ടൻ ധർമ്മം പറഞ്ഞു, വെറുതെ തരത്തില്ല, വെറുതെ തരാനായിട്ട് ഇതെന്നാ വല്ല ചക്കയോ മാങ്ങയോ എന്തെങ്കിലും ആണോന്ന് ചോദിക്കുകയാണ്. ഇതേടെ ബാലന്റെ മുഖം കൂടെ മാറി. പെട്ടെന്ന് ബാലനൊന്ന് ചമ്മിപ്പോയി. ബാലനൊന്നും മിണ്ടാതിരിക്കുകയാണ്. ധർമ്മം പറഞ്ഞു, റെഡി ക്യാഷ് കൊടുക്കുവാണെങ്കിൽ ഇതിപ്പോ തന്നെ നമുക്ക് സ്വന്തമാക്കാന്ന് പറയണം, അല്ലെങ്കിൽ CC മേടിച്ചാലും മതി അളിയാന്ന് പറയാം. ദേ മിണ്ടാതെ പോക്കോ എന്റെ മുന്നിൽ നിന്ന് എന്ന് ബാലൻ പറയണം. പിന്നീട് ആൾ പറഞ്ഞു, ഇപ്പൊ കാറൊന്നും വേണ്ട, നിങ്ങൾ ഈ കാർ എടുത്തോണ്ട് പോകാൻ നോക്കാൻ പറയണം. അങ്ങനെ അവരും കൂടെ പോയി. പക്ഷെങ്കിലും ഗോമതിയുടെ മുഖം വല്ലാതെ പോയി. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷി ചായയൊക്കെ ആയിട്ട് വരുവാണ്. അപ്പൊ ഗോമതി പറഞ്ഞു, എനിക്ക് ചായ വേണ്ടെന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എനിക്കിപ്പോ വേണ്ടാന്ന് പറയാ. അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതെ, എന്താ ഗോമതി, നിനക്ക് എന്താ കാര്യം? ആ കാറിന്റെ കാര്യം ഓർത്തിട്ടാണോ? അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കല്യാണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും അതൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ ഒരു കാറും കൂടെ എടുക്കാനുള്ള ആസ്തിയിൽ നമുക്കില്ലാന്ന് പറയണം. ഗോമതി പറഞ്ഞു, എന്നാലും ഞാൻ നമ്മുടെ മോൻ ആനന്ദിന് കുറെ പ്രതീക്ഷകൾ കൊടുത്തു, അതൊന്നും സാരമില്ലമ്മേ. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? കാറൊക്കെ നമുക്ക് പിന്നീട് വാങ്ങിക്കാവുന്നല്ലേ ഉള്ളൂ, വെറുതെ കടം വലിച്ചു വെക്കേണ്ട കാര്യമില്ലോ എന്ന് പറയാം. ബാലൻ പറഞ്ഞു, അതാടാ മോനെ ശരി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുകയാണ്. ആരായിരിക്കുമ്പോഴും ഈ സമയത്ത് മിക്കവാറും അയാൾ തിരിച്ചു വന്നാണ് ആ കാറുകാരൻ. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, ഞാൻ പോയി തുറക്കാന്ന് പറഞ്ഞ് ബാലൻ വന്ന് തുറക്കുവാണ്. അപ്പൊ പരിചയമില്ലാത്ത ഒരാൾ നിൽക്കുന്നു. നിങ്ങൾ ആരാ എന്ന് ചോദിക്കണം. ഞാൻ ബാലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണോ? അതെ, കാർ ഇനി ഇവിടെ വേണ്ട, നിങ്ങളോടല്ലേ പറഞ്ഞ കാർ വേണ്ടെന്ന്, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അതെ മിസ്റ്റർ, ഞാൻ കാറിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതല്ലെന്ന് പറയും. പിന്നെയോ, ഞാൻ റിട്ടയർ ചീഫ് സെക്രട്ടറി ആണെന്ന് പറയണേ. ഇത് കേട്ടതും ബാല, അയ്യോ സാറെന്ന് പറയണേ. പെട്ടെന്ന് അകത്തിരുന്ന ധർമ്മനും ഗോമതി എല്ലാരും ചാടി എഴുന്നേക്കുവാണ്. വാ അകത്തേക്കോ സാറെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ ഇരിക്കാൻ പറയണം. ഞാൻ ഇരിക്കാനൊന്നും ഇല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും. എന്ത് കാര്യം സാർ പറയാനുള്ളേ? എനിക്ക് നിങ്ങളുടെ മകൻ ആരിനെ കുറിച്ചാ പറയാനുള്ളതെന്ന് പറയണം. ആരിനെ കുറിച്ചോ? അയ്യോ സാർ, അവൻ എന്തേലും കുഴപ്പമുണ്ടാക്കിയോ? എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല, അവൻ നിങ്ങളുടെ മോനല്ലേന്ന് ചോദിക്കും. അത് സാർ, അതുകൊണ്ടാ ചോദിച്ചാൽ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോന്ന്. അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? അവൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ? എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോന്ന്? അവൻ കുഴപ്പക്കാരനാണോന്ന് ചോദിക്കും. അത് സാർ, അവന് ചെറുപ്പം വലിച്ചാൽ കുഴപ്പക്കാരനാ. അവനിങ്ങനെ പഠിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല, വെറുതെ കളിച്ച് നടക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. തല്ലും വഴക്കം കൂടി നടക്കണം എന്നുള്ള ആഗ്രഹങ്ങളുള്ളെന്ന് പറയാം. ഇത് കേട്ടൻ രാജമാത്യു സാർ പറഞ്ഞു, എനിക്കറിയാവുന്ന ആരിനെ അങ്ങനെയല്ലോ എന്ന് പറയാം. ഇനിയിപ്പം ആന്റെ അച്ഛന്റെ അതേ ആന്റെ അച്ഛൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണോ ആന്റെ അമ്മയ്ക്കും പറയാനുള്ളതെന്ന് ചോദിച്ചു ഗോമതിയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗോമതി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.